അപ്പോൾ മച്ചാന്മാരെ ഇതേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയാല, ഹോട്ടലുകൾക്ക് കുറേ അടച്ചു പൂട്ടി. എന്താ? ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗ്യാസിന് അത്യാവശ്യം ക്ഷാമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഗ്യാസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പശുവിൻ്റെ ചാണകമില്ലേ, അത് നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രമ്മൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഒരു പരീക്ഷണമാണ്, എന്തായാലും നമുക്ക് സെറ്റ് ആക്കി നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പണി തുടങ്ങുകയാണ്. നേരെ നമ്മൾ ഹോളിടാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഓട്ട വലുതാക്കാൻ പോവാണ്. അടിയിലൊരു തുള മുളയ്ക്കാനുണ്ടേ. അപ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ പോയി കിടക്കണം, സൗണ്ടൊക്കെ ഇച്ചിരി കുറവായിരിക്കും. ഇനിയിപ്പോൾ നമ്മളിലേക്കുള്ള കണക്ടർ നോക്കുകയാണ്. നമ്മുടെ UPVC ടാങ്ക് കണക്ടർ യൂസ് ചെയ്തിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ വലിയ ഹോൾ ഇട്ടാനുള്ള ഗുണം എന്താണെന്ന് അറിയോ? നമുക്ക് ഇതിൽ കൂടെ നമ്മുടെ കൈ ഇറക്കിയിട്ട് ഇതിങ്ങനെ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പോൾ നേരെ ഇത് വെച്ചിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ബയോഗ്യാസിൽ ഉണ്ടാവുന്നത് പുറത്തേക്ക് എടുക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഒരു കുഞ്ഞു ഹോളതിന് വേണ്ടിയിട്ടായിരുന്നു, അതിലേക്ക് ഇതേ നമ്മൾ ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ഇനി സീൽ ചെയ്ത് കൊടുക്കും കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്കിത് ഇങ്ങനെ പൊക്കിയിട്ട് ഇത് ടൈറ്റ് ചെയ്തെടുക്കണം മൊത്തം. ഓക്കെ, ഇപ്പോൾ ഇതേ നല്ലോണം ഇത് ടൈറ്റാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി ഇതേ നമ്മുടെ PVC പൈപ്പ്, 6 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഇതേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി അങ്ങോട്ട് കൊടുക്കുകയാണേ. ഓക്കെ, നമ്മൾ സീൽ ചെയ്യാൻ പോകുന്നത് സിലിക്കൺ വെച്ചിട്ടാ. നമ്മൾ വെതറിൻ്റെ അത്യാവശ്യം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സിലിക്കൺ വെച്ചിട്ടാണ് നമ്മളിത് ഫുള്ള് സീൽ ചെയ്ത് കൊടുക്കുകയാണ്. അടിയിൽ നമ്മുടെ സ്ലറി പോകാനുള്ള ആ പൈപ്പിൻ്റെ ജോയിൻറ്റുകൾ നമ്മളിത് സിലിക്കൺ അടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതേ നമ്മുടെ ബയോഗ്യാസ് ഉണ്ടായി കഴിയുമ്പോൾ അത് നമ്മൾ എടുക്കാനുള്ള പോർഷൻ, ഇതാണ് നമ്മൾ ഏറ്റവും അധികം നല്ല സീൽ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കാരണം ഇതിൽ കൂടെ ഒരു ചെറിയ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് മൊത്തം പുറത്തേക്ക് പോകും. ഇനി നമ്മുടെ ബയോഗ്യാസ് സ്റ്റോർ ചെയ്യാനും ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ടുള്ള ആ ഒരു പൈപ്പ് കണക്ഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ജോയിൻറ്റുകൾ ടൈറ്റ് ആവാനായിട്ട് നമ്മൾ ടെഫ്ലോൺ ചുറ്റിയിട്ട് ഷെല്ലാക്ക് അതിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഓരോ ജോയിൻറ്റുകളും നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന ഡ്രമ്മിൽ നിന്ന് വരുന്ന ബയോഗ്യാസിനെ നമ്മളിത് ഇവിടേക്കാണ് ഇനി ഒരു ഓസ് വെച്ച് കണക്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഗ്യാസ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഗാർഡൻ ഓസ് ആട്ടോ. നമ്മുടെ വീട്ടിൽ ചെടിയൊക്കെ നനയ്ക്കുന്ന ഓസില്ലേ അത്. അപ്പോൾ നമ്മളതൊന്ന് ടൈറ്റ് ആക്കാനായിട്ട് ഇത് നമ്മളൊരു സെറ്റപ്പ് ക്ലാമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നേരെ കയറ്റി വയ്ക്കാം. നമ്മുടെ കൈയൊക്കെ നോക്കി ഷെല്ലാക്കൊക്കെ ഉണ്ടാക്കി കളറൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റുള്ള ഓസുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, ലീക്കൊന്നും വരാതിരിക്കാനായിട്ട് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മച്ചന്മാർ ഇതിന്ന് പറയുന്നത് ഗ്യാസ് കളക്ട് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴയ വണ്ടിയുടെ ട്യൂബാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോസ് എടുത്തിട്ട് നേരെ ഇതിൻ്റെ ടയറിൻ്റെ ഒക്കെ വാൽവ് ഉണ്ടാവില്ലേ, ആ വാൽവിൽ ആ ചെറിയ നോബ് നമ്മൾ ഊരി കാട്ടി കളഞ്ഞു. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ട്യൂബിലേക്കും നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഓസ് ചൂടാക്കുന്നു, നമ്മൾ വെച്ച് ടൈറ്റ് ചെയ്യുന്നു തന്നെ പരിപാടിയെ. ഇനി നമ്മുടെ ബയോഗ്യാസ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ കണക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ പശുവിന്റെ ചാണകം കൊണ്ട് നമ്മൾ മെയിൻ കീ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഗ്യാസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി ഇതേ ഇവിടെ കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രഷ് ചാണകം. ആഹാ, അങ്ങനെ ഇതേ നല്ല കട്ടിയായിട്ട് കിടന്നാണ് നമ്മുടെ ചാണകത്തിന് ഇതേ നമ്മൾ ഇളക്കി നല്ല മൈലാഞ്ചി ഇടുന്ന പരുവം. അതല്ല കേട്ടോ, അതിനേക്കാൾ ഇത്തിരി ലൂസാക്കി നല്ല പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചാണകത്തിന് നമുക്ക് നേരെ എടുത്ത് നമ്മളുടെ ഈ ഒരു ഡ്രമ്മിലേക്ക് നിറയ്ക്കണം. നല്ല ചാണകത്തിന്റെ പച്ചമണം. ആഹാ, അപ്പോൾ ഇതേ നമ്മുടെ കോഴിക്കാട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കോഴിക്കാട്ടത്തിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഗ്യാസ് കിട്ടും കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ നന്നാക്കുമ്പോഴുള്ള വേസ്റ്റും അതുപോലെ പഴകിയ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടിയ പച്ചക്കറിയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തണ്ണിമത്തനൊക്കെ ചീഞ്ഞതും വെണ്ടക്ക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള 6 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മളിനി നന്നായിട്ട് അടച്ച് സീൽ ചെയ്ത് കൊടുക്കുക.
കാരണം ഇതിലുണ്ടാവുന്ന ഗ്യാസ് ഇതുവഴി പുറത്തേക്ക് പോകാൻ പാടില്ല. ഇനിയിപ്പോൾ അതെ ഇവിടെ നമ്മളിതിൽ കൂടുതലായിട്ട് വരുന്ന ചാണകമോ അത് സ്ലറി ആയി കഴിയുമ്പോൾ കളക്ട് ചെയ്യാനുള്ള പൈപ്പാണ്. ഇതിൽ കൂടെയും ഗ്യാസ് പുറത്തേക്ക് പോകും. അപ്പോൾ അതും നമ്മളിത് നല്ല രീതിക്ക് ഇട്ട് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ കാണുന്ന ഹോസ് ഇല്ലേ, ഈ ഹോസിൽ നിന്ന് വരുന്ന ഗ്യാസ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഗ്യാസ് നേരെ പോയിട്ട് ഇനി ഈ കാണുന്ന 3 ട്യൂബുകളിലും നിറയും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നാളത്തേക്ക് ഗ്യാസ് കിട്ടുമെന്ന് വിചാരിച്ചാൽ നാളത്തേക്ക് ഗ്യാസ് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 5-6 ദിവസം വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മച്ചാന്മാരെ ഏകദേശം 5 ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4ാമത്തെ ദിവസം തന്നെ വന്നത് നമ്മുടെ റിസൾട്ട് നോക്കാനുള്ള ക്യൂരിയോസിറ്റിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ വെച്ചാർന്ന 3 ട്യൂബുകൾ, ഗ്യാസ് തരാനായിട്ട് വെച്ചാർന്ന 3 ട്യൂബുകളിൽ ഏകദേശം ഓരോ ട്യൂബിലും പകുതി വെച്ച് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ എന്തായാലും നമ്മുടെ ട്യൂബുകളിൽ നിറഞ്ഞിരിക്കുന്നത് ബയോഗ്യാസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഗ്യാസിന് നമ്മുടെ എന്താ പറയുക സ്റ്റൗവിലേക്ക് കൊടുക്കാനുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവില്ല. ആ ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മൾ 3 ട്യൂബും കൂടി ഒരുമിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണേ. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒരു ഫോഴ്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതേ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് വെക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇനി വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു കല്ലും കൂടി എടുത്ത് വെച്ച്, അപ്പോൾ ഇത് നമ്മുടെ വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണേ. വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഗ്യാസ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ നമ്മളിത് കത്തിച്ച് നോക്കുകയാണേ. മോനെ ദേടാ കത്തട നോക്കിയാടാ, എന്ത് രസമായിട്ടാ കത്തട നോക്കിയേ പ്രതി, സംഭവം സെറ്റടാ. ദേ നമ്മള് ഇത്ര പണിയെടുത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അടിപൊളിയായിട്ട് വരുന്നുണ്ട് തീ. ദേ നമ്മുടെ 3 ട്യൂബുകളുടെ ഒരുമിച്ച് നമ്മൾ ഓസിലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. 3 ട്യൂബുകളുടെ അടിപൊളി. അപ്പൊ ഇനി നമ്മുടെ ബയോഗ്യാസിലെ കഞ്ഞി വയ്ക്കണ പരിപാടിയാണ്. അപ്പൊ ദേ നമ്മുടെ പാത്രം വെച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് കഞ്ഞി വയ്ക്കാൻ പോവാണേ. കുറച്ച് കഞ്ഞി വയ്ക്കണുള്ളൂ. അപ്പോൾ ദേ നമ്മുടെ തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. കലത്തുമ്മിക്കൊക്കെ നോക്കി നല്ല തീ വരുന്നത് നോക്കി. ആഹാ, വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ടേ. കഞ്ഞി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ പരീക്ഷണം അവസാനിപ്പിക്കാൻ നേരമായ. എന്തായാലും ഒരു പരീക്ഷണം കഴിഞ്ഞപ്പോൾ കഞ്ഞി മുട്ടയും കിട്ടി. അപ്പോൾ അതെ ഇന്നത്തെ നമ്മളുടെ ഒരു ബയോഗ്യാസ് വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിലെങ്കിലും ഗ്യാസിന് ക്ഷാമം അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു അറിവ് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് നോക്കിയത്. നമുക്ക് സക്സസ് ആയിരുന്നു.